പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള 8 വർഷത്തിനിടെ കെഎസ്ഇബിയിലെ PSC നിയമനം 3-1 കുറഞ്ഞെന്ന് രേഖകൾ. അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ തസ്തികകളിലാണ് പ്രതിസന്ധി. പുനഃസംഘടനയുടെ പേരിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന തീരുമാനത്തെ തുടർന്ന് 2 വർഷമായി ഒരു ഒഴിവ് പോലും PSCയെ അറിയിച്ചില്ല. റിപ്പോർട്ട് ഫോളോ അപ്പ്. കെഎസ്ഇബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ നിയമനം മാത്രം നമുക്ക് പരിശോധിക്കാം. നേരത്തെയുള്ളതിൻ്റെ 3-1 PSC നിയമനം പോലും പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 8 വർഷത്തിനിടെ കെഎസ്ഇബിയിൽ നടക്കുന്നില്ല എന്നത് വിവരാവകാശ രേഖകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. ഇതാണ് 2009 മുതലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ PSC നിയമനം. 2009 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 922 പേർ. ഇതിൽ 773 പേർക്ക് നിയമനം കിട്ടി. 2016 പിന്നീട് മെയിൻ ലിസ്റ്റ്. അതിൽ 969 പേരുണ്ടെങ്കിലും നിയമനം വെറും 392 ചുരുങ്ങി. തീർന്നില്ല. കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയിൽ ഇതുവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെറും 383 പേരെ. അതായത് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ 383 പേരുടെ പട്ടിക മെയിൻ ലിസ്റ്റ് ആകുമ്പോൾ കുറയും. അതിൽ തന്നെ നിയമനം കിട്ടുന്നവരുടെ എണ്ണം 2009 അപേക്ഷിച്ച് 3-1 പോലും ഉണ്ടാകില്ലെന്നുറപ്പ്. ഇനി നമുക്ക് സബ് എഞ്ചിനീയർമാരുടെ കാര്യം നോക്കാം. 2011 പ്രകാരം 891 പേരുടെ മെയിൻ ലിസ്റ്റ്. അതിൽ 631 പേർക്ക് നിയമനം കിട്ടി. 10 വർഷത്തിന് ശേഷം അടുത്ത പട്ടിക. അതിൽ 941 പേരുണ്ടെങ്കിലും അഡ്വൈസ് മെമ്മോ കിട്ടിയത് വെറും 217 പേർക്ക്. 700 ഒഴിവുകൾ സബ് എഞ്ചിനീയർമാരുടേതായി ഉണ്ടെങ്കിലും 2011 അപേക്ഷിച്ച് 3-1 പേർക്കും ജോലി കിട്ടില്ലെന്നുറപ്പായി. പുനഃസംഘടനയുടെ പേരിലാണ് കെഎസ്ഇബിയിലെ ഈ നിയമന നിരോധനം. ഈ പുനഃസംഘടന എന്ന് തീരുമെന്ന് ആർക്കും അറിയില്ല. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന് നടപ്പാകും എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.